ഒരു മാസത്തെ വെക്കേഷന് ശേഷം വീണ്ടും തിരിച്ച് കോട്ടയത്തേക്ക് പോവാണ്. സോ സമയമായി. കണ്ടില്ലേ ലഗേജൊക്കെ? ഒരു മാസം കഴിഞ്ഞ് പോവല്ലേ, അപ്പം അതിനനുസരിച്ച് ഒരുപാട് ലഗേജ് ഉണ്ട്. PG ഫസ്റ്റ് ഇയറിൽ ഫസ്റ്റ് ടൈം ഞാൻ കോട്ടയത്ത് പോകുമ്പോഴും ഇതേപോലെ എൻ്റെ ലഗേജ് തൂക്കി വന്നത് ഉപ്പയാണ്. അത് തന്നെ ഇപ്പോഴും റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടപ്പോൾ തന്നെ ഉമ്മ ഓരോ തഗ്ഗുകളൊക്കെ പറഞ്ഞ് ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ഗൈസ് എന്നൊക്കെ പറഞ്ഞ് തഗ് പറഞ്ഞ് ചിരിക്കുകയാണ്. അവസാനം ട്രെയിൻ വന്ന് പോവാറായപ്പോൾ ആളുടെ മുഖമൊക്കെ മാറി. ഫസ്റ്റ് കണ്ട ആളേ അല്ല. പിന്നെ തഗ് പറച്ചിലും ഇല്ല, ചിരിയും ഇല്ല, കരച്ചിലായി. അത് പിന്നെ അങ്ങനെ ആണല്ലോ. ഒരു മാസത്തോളം അടുപ്പിച്ച് കൂടെ ഉണ്ടായിട്ട് പിന്നെ പോകുമ്പോൾ ഭയങ്കര വിഷമമായിരിക്കുമല്ലോ. ഓരോ യാത്രയും ഓരോ അനുഭവമാണല്ലേ. ബഷീർ പറഞ്ഞ പോലെ ആരും അധികകാലം ഒരു സ്ഥലത്ത് തന്നെ താമസിക്കരുത്. പുതിയ പുതിയ സ്ഥലം മാറി ജീവിക്കണം, കുറേ യാത്ര ചെയ്യണം. അങ്ങനെ ജീവിതം ഒരു ഒഴുക്കിൽ പോകണം. എല്ലാവരും അനുഭവങ്ങളല്ലേ. യാത്രകൾ ഇഷ്ടപ്പെടുന്നവർ യാത്രയിൽ ഓരോ മൊമെൻറ്റും ആസ്വദിക്കും. ഞാൻ ആ കൂട്ടത്തിലാണ്. ആകാശവും മലകളും വെള്ളവും എല്ലാം എന്ത് രസമാണ്. അങ്ങനെ കോട്ടയം എത്തി. ഒരു മാസത്തിന് ശേഷം കോട്ടയത്ത് വരുമ്പോൾ വല്ലാത്തൊരു ഫീലാണ്. കഴിഞ്ഞൊരു വർഷം നമ്മൾ ജീവിച്ച നാടല്ല. എത്ര പെട്ടെന്ന് ഒരു വർഷം പോയത്. കഴിഞ്ഞൊരു വർഷം നമ്മൾ ഹോസ്റ്റലിലായിരുന്നു. പക്ഷേ ഇനി നമ്മൾ പുതിയൊരു വീടെടുത്ത് മാറിയിട്ടുണ്ട്. ഇവിടെ വന്നപ്പോൾ ഫ്രണ്ട്സ് എല്ലാവരും എത്തിയിട്ടുണ്ട്. നമ്മൾ എടുത്തിട്ടുള്ള വീട് ക്യാമ്പസിൻ്റെ അടുത്ത് തന്നെയാണ്. ശരിക്കും ഒരു ഹോം ഫീലിംഗ് തരുന്ന പോലെയുള്ള ഭയങ്കര കാമായിട്ടുള്ള പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. ഞാൻ വന്നതിന് ശേഷം പാല് കാച്ചണമെന്ന് പറഞ്ഞ് കാത്തിരിക്കുകയായിരുന്നു എൻ്റെ ഫ്രണ്ട്സ്. അപ്പം ഇനി ഞങ്ങളുടെ പാല് കാച്ച് കാണാൻ അടുത്തത്. ഇനി അപ്പം മുഴുവനും ഞങ്ങളുടെ ഈ വീടിൻ്റെ വിശേഷങ്ങളായിരിക്കും കാണാൻ വഴിയേ.